ഓം നമോ ഭഗവതി വാസുദേവായ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാനിന്ന് പറയാൻ പോകുന്നത് ധ്രുവന്റെ വൈകുണ്ഠ പ്രവേശം എന്നതിനെക്കുറിച്ചാണ്. ഈ ബ്രഹ്മാണ്ടത്തിൽ ഭക്തിയുടെ ശക്തി കൊണ്ട് ഭഗവാനെ പോലും കീഴടക്കിയ ഒരു ബാലന്റെ കഥയാണിത്. ലോകം ധ്രുവനെ ധ്രുവതാരമായി അറിയുന്നു. പക്ഷേ അവന്റെ യാത്ര അവസാനിച്ചത് ആകാശത്തല്ല, വൈകുണ്ഠത്തിലാണ്. ധ്രുവന്റെ രാജ്യഭരണം. ഭഗവാൻ വിഷ്ണുവിന്റെ ദർശനം ലഭിച്ച ശേഷം ധ്രുവൻ പിതാവായ ഉത്താനപാദന്റെ രാജ്യം ഏറ്റെടുത്തു. ധ്രുവൻ രാജാവായി. പക്ഷേ അവന്റെ ഹൃദയം എപ്പോഴും ഭഗവാനിലായിരുന്നു. നീതിയും ധർമ്മവും ഭക്തിയും കരുണയും അവന്റെ ഭരണത്തിന്റെ അടിസ്ഥാനമായിരുന്നു. ധ്രുവന്റെ കാലത്ത് ജനങ്ങൾക്ക് ദുഃഖം അറിഞ്ഞില്ല. അനീതിയും അധർമ്മവും രാജ്യത്തിലേക്ക് പ്രവേശിച്ചില്ല. ധ്രുവന് ലഭിച്ച ദിവ്യവരം. ഭഗവാൻ വിഷ്ണു ധ്രുവനോട് ഒരിക്കൽ പറഞ്ഞു, ധ്രുവ, നീ ഈ ലോകത്ത് ദീർഘകാലം ജീവിക്കും. പിന്നീട് നിനക്ക് ലഭിക്കുക എൻ്റെ നിത്യധാമമായ വൈകുണ്ഠമാണ്. ഈ വാക്കുകൾ ധ്രുവന്റെ മനസ്സിൽ എപ്പോഴും മുഴങ്ങി. അവൻ രാജാവായിരുന്നുവെങ്കിലും അവൻ്റെ ആത്മാവ് വൈകുണ്ഠത്തിലേക്കായിരുന്നു കാത്തിരിപ്പ്. വർഷങ്ങൾ കടന്നുപോയി. ധ്രുവൻ അനേകം യുഗങ്ങൾ ജീവിച്ചു. രാജ്യവും സമ്പത്തും ബന്ധങ്ങളും എല്ലാം അവനോട് വിട പറയാൻ സമയമായിരുന്നു. ഇനി ഈ ശരീരമല്ല, ഭഗവാനാണ് എൻ്റെ ലക്ഷ്യം. ധ്രുവന്റെ അന്തിമ ധ്യാനം. ധ്രുവൻ രാജ്യം പുത്രന്മാർക്ക് ഏൽപ്പിച്ചു. വനം തേടി പോയില്ല, ഗിരികളിലേക്കും പോയില്ല. പകരം അവൻ ഭഗവാനെ ധ്യാനിച്ച് നിൽക്കുകയായിരുന്നു. അവന്റെ ശ്വാസത്തിൽ നാമം മാത്രം, ഹൃദയത്തിൽ നാരായണൻ മാത്രം. വൈകുണ്ഠ വിമാനം പ്രത്യക്ഷപ്പെടുന്നു. അപ്പോൾ ആകാശം ദിവ്യപ്രകാശത്തിൽ മുങ്ങി. ശംഖു, ചക്ര, ഗദ, പത്മധാരികളായ വിഷ്ണുദൂതന്മാർ വൈകുണ്ഠ വിമാനത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഭൂമിയിലെ എല്ലാ ദേവന്മാരും അത്ഭുതത്തോടുകൂടി ഒരു കാഴ്ച കണ്ടു. ധ്രുവന്റെ വൈകുണ്ഠ പ്രവേശം. വിഷ്ണുദൂതന്മാർ പറഞ്ഞു, ധ്രുവ മഹാരാജ, ഇനി നിനക്ക് ഈ ഭൂമിയിൽ ബന്ധമില്ല. നിന്റെ സ്ഥാനം വൈകുണ്ഠത്തിലാണ്. ധ്രുവൻ കണ്ണീരോടെ ഭഗവാനെ സ്മരിച്ചു. അവന്റെ ശരീരം ദിവ്യരൂപമായി മാറി. ആ ശരീരം കൊണ്ട് തന്നെ ധ്രുവൻ വൈകുണ്ഠത്തിലേക്ക് പ്രവേശിച്ചു. ഇത് അത്യന്തം അപൂർവം. ശരീരത്തോട് വൈകുണ്ഠ പ്രവേശം. ഇത് ശുദ്ധഭക്തിക്ക് ലഭിച്ച പരമഫലം. ധ്രുവമാതാവിന് ലഭിച്ച കൃപ. ധ്രുവന്റെ മാതാവായ സുനീതി, അവൾ അനുഭവിച്ച ദുഃഖവും വേദനയും ഭക്തിയായി മാറിയിരുന്നു. ഭഗവാൻ അവൾക്കും വൈകുണ്ഠം നൽകി. അമ്മയും മകനും ഒരുമിച്ച് നിത്യസേവയിൽ ലയിച്ചു. ഈ കഥയുടെ സന്ദേശം എന്താണെന്ന് വെച്ചാൽ, ധ്രുവന്റെ കഥ നമ്മോട് പറയുന്നത് പ്രായം ഭക്തിക്ക് തടസ്സമല്ല. ശുദ്ധഭക്തി ഏറ്റവും വലിയ ശക്തിയാണ്. ഭഗവാൻ ഭക്തനെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. ലക്ഷ്യം ഭഗവാനാണെങ്കിൽ വഴി എപ്പോഴും തുറക്കും. ഭൂമിയിൽ ഒരു ബാലനായി ജനിച്ച് ഭക്തിയിലൂടെ വൈകുണ്ഠം നേടിയ ധ്രുവ മഹാരാജാവിന് നമസ്കാരം. അടുത്ത ഭാഗത്തിൽ പറയാൻ പോകുന്നത് ഋതു ചക്രവർത്തിയുടെ ചരിത്രത്തെക്കുറിച്ചാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.